എല്ലാവർക്കും നമസ്കാരം. എറണാകുളം ജില്ലയിലെ ഒരു അമ്മ അയച്ചെന്നുള്ളതാണ് അനുഭവം. പെട്ടെന്ന് കേൾക്കാം. അദ്ഭുതമാണ് ഈ അനുഭവം. ഞാൻ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ നിന്നാണ് ഈ അനുഭവം എഴുതുന്നത്. 2015 എൻ്റെ ഭർത്താവിന് അപ്പൻഡിക്സിൻ്റെ വയറുവേദനയുണ്ടായി. അതിനെ തുടർന്ന് കീഹോൾ സർജറി ചെയ്തു. സർജറിയിൽ ഡോക്ടറിൻ്റെ പിഴവ് മൂലമാണെന്ന് തോന്നുന്നു എല്ലാ വർഷവും അതേ സമയമാകുമ്പോൾ ശക്തമായ വയറുവേദനയും ഛർദിയും ഉണ്ടാകുമായിരുന്നു. പിന്നീട് ലിസി ഹോസ്പിറ്റലിൽ കാണിച്ചു. 30,000 രൂപയോളം വരും ചിലവ്. സാധാരണക്കാരായ ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അത്. ഞങ്ങളുടെ അടുത്ത് ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ പോയി ഞാൻ ഭഗവാന്റെ ആടിയ എണ്ണ വാങ്ങിച്ചുട്ടോ. പിന്നീട് ആ വയറുവേദന വരുമ്പോൾ ഭഗവാന്റെ ആടിയ എണ്ണ വയറിന് ചുറ്റും പുരട്ടി കൊടുക്കും. ഭഗവാനെ വിളിച്ച് നാമം ചൊല്ലും. എല്ലാ മാസവും ഭഗവാന് എൻ്റെ ഭർത്താവിൻ്റെ പേരും നാളും പറഞ്ഞ് ഭഗവാന് പാൽപ്പായസം വഴിപാട് കഴിക്കാൻ തുടങ്ങി. ശേഷം ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാതെ തന്നെ ഭഗവാൻ ആ വയറുവേദന മാറ്റി കൊടുത്തുട്ടോ. ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാതെ വയറുവേദന മാറ്റി തന്നാൽ ത്രിമധുരത്തിൽ എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെയും അനുഭവം പറഞ്ഞോളാമെന്ന് ഭഗവാനോട് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. എന്തൊരു സുഖാണല്ലേ. നമ്മളെ എല്ലാം കൈവിട്ടു പോകുന്നുള്ള നിമിഷത്തിൽ നമ്മളെ ചേർത്ത് ശക്തിയോടെ ഒരാൾക്ക് പിടിക്കും. ആ പിടുത്തം പിന്നെ ആ ശക്തിയിലാണ് പിടിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും തിരിഞ്ഞു നോക്കണ്ട. നമുക്ക് ചുറ്റും ഒരു ഓറയുണ്ടാവും. ഭഗവാന്റെ ആ ഒരു ദിവ്യ തേജസ് നമ്മളിലേക്കും കൂടെയാണ് വരുന്നതില്ലേ. നമ്മളെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളുടെ ഡെഡിക്കേഷനും പ്രാർത്ഥനയും ഒക്കെ ആത്മാർത്ഥമായിട്ടായിരിക്കണം. മറ്റുള്ളവരെ ദോഷത്തോടെ കാണുകയോ ഒരു വാക്ക് പോലും ദോഷത്തോടെ സംസാരിക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് ആരോഗ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുറന്ന് പുഞ്ചിരിച്ചു നോക്കൂ. അവരും അറിയാതെ ചിരിച്ചു പോവും. അവർക്ക് തോന്നും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു വല്ലാത്തൊരു സുഖം ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. നിങ്ങളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നവരൊക്കെ ആയിട്ട് ഏറ്റവും വളരെ മാന്യമായിട്ട് നമുക്ക് നന്നാവാനുള്ള ഒരു മാർഗ്ഗമാണ് ചിരിക്കുക എന്നുള്ളത്. പുഞ്ചിരിയോടെ സംസാരിക്കുക. ഈ ഒരു അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. കൃഷ്ണവിഗ്രഹങ്ങളിൽ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദിവസവും കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഹരേ കൃഷ്ണ.